ഹലോ ഗൈസ്, വൺ സെക്കൻഡ് വെൽക്കം ബാക്ക് ടു എജ്ബോർഡ് മക്കളെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി എജ്ബോർഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സൽസമൻ സാറാണ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വേറെ ഒരു കാര്യമില്ല. നിങ്ങളിപ്പോൾ ഓൾറെഡി സ്ക്രീനിൽ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ PPTയിലോ ഇവിടെ പവർ പോയിൻ്റ് ബോർഡിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും, +2 ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അല്ലേ? ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചു കൊണ്ടാം. നിങ്ങളുടെ അവസാനത്തെ വർഷമാണ്, സ്കൂൾ ലൈഫിലെ അവസാനത്തെ വർഷം. ഇനി നിങ്ങളുടെയല്ല, മറ്റൊരാളുടെയും +2 കഴിഞ്ഞാൽ മറ്റൊരാളുടെയും ലൈഫിൽ എന്തില്ല, സ്കൂൾ ലൈഫ് എന്ന് പറഞ്ഞ സംഗതി ഇല്ല. 11 വർഷത്തോളം നീണ്ടു നിന്നിരുന്ന നിങ്ങളുടെ സ്കൂൾ ലൈഫ് കഴിഞ്ഞ അവസാനത്തെ വർഷമാണ് ഇപ്പോൾ നിങ്ങളുള്ളത് അല്ലേ? അപ്പോൾ ഈ +2 ലൈഫ് എല്ലാവരും പറയുന്നത് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണെന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾക്കിത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്കിത് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്തുകൊണ്ട് പറ്റുന്നില്ല? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ ഈ കാര്യം? അതായത് നമ്മുടെ ക്ലാസ് തുടങ്ങിയിട്ട് കഴിഞ്ഞ ജൂണിൽ തുടങ്ങിയതാണല്ലേ. ജൂണിൽ സ്കൂൾ തുറന്ന് ഇപ്പോൾ ജൂലൈ പകുതിയോളം ആകാനായി, 1.5 മാസത്തോളമായി. ഇനി നമുക്ക് ആകണ്ടാവുക ഒരു 8 മാസം നമുക്ക് കൂട്ടാം. 8 മാസം കഷ്ടി ഉണ്ടാവും. ആ 8 മാസത്തിൽ തന്നെ വർക്കിംഗ് ഡേയ്സ് ഒക്കെ മാറ്റിയെത്തിയാൽ വളരെ കുറച്ച് കാലഘട്ടം മാത്രമേ എന്തുള്ളൂ, നമ്മുടെ +2 ലൈഫ് അവസാനിക്കാൻ ബാക്കിയുള്ളൂ. ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് എന്തുകൊണ്ടത് എൻജോയ് ചെയ്യാൻ പറ്റാതെ? അതിൻ്റെ കാരണങ്ങൾ ഒരുപക്ഷെ ഈ പറഞ്ഞ ചാപ്റ്റേഴ്സിൻ്റെ പ്രശ്നമാണോ? ചാപ്റ്റേഴ്സ് ഒരുപാടുണ്ട് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ +2ലെ ചാപ്റ്റേഴ്സൊക്കെ വേറെ വെറൈറ്റി ഏരിയകളാണ്. അതേപോലെ ഏരിയാസ്, ഇപ്പോൾ നമ്മൾ +1 പഠിച്ച ഒന്നുമല്ല +2 പഠിക്കുന്നത്. കാരണം എന്താണ്, അതിൻ്റെ കണ്ടിന്യൂഷൻ വിചാരിച്ചു കൊടുത്താൽ അതൊന്നുമല്ല, അതിൻ്റെ അപ്പുറത്തെ ലെവൽ നമ്മൾ പഠിക്കുന്നില്ലേ? മേ ബി അതാണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വർക്ക് ലോഡ് തോന്നുന്നുണ്ടോ? +1നെ പോലെ അത്ര ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുന്നില്ല, ഒരുപാട് ഹെവി കണ്ടൻ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരുപാട് പ്രഷർ, വേറെ എന്തെങ്കിലും പ്രഷർ നിങ്ങൾക്കുണ്ടോ? വീട്ടുകാരിങ്ങനെ പ്രഷർ ചെയ്യുന്നുണ്ടോ? കൂട്ടുകാർ, നാട്ടുകാർ, എല്ലാവരുടെയും പ്രഷർ, പോരാത്തിന് ടീച്ചേഴ്സിൻ്റെ പ്രഷർ, ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ ഉണ്ടോ? ഇനി അതൊക്കെ പോട്ടെ, സോഷ്യൽ മീഡിയ, അതായത് പഠിക്കണം എന്നൊക്കെ നമുക്ക് ആഗ്രഹം വരും, വീട്ടിലെത്തിയിട്ട് പഠിക്കണം എന്നൊക്കെ കരുതിയിട്ട് ഫോണൊക്കെ എടുത്ത് ഏതെങ്കിലുമൊക്കെ ഒരു ക്ലാസ് കാണാമെന്ന് വിചാരിക്കുമ്പോഴേക്കും എന്ത് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ നോട്ടിഫിക്കേഷൻ വരിക. അപ്പോൾ അത് തുറന്ന് നോക്കുമ്പോൾ എന്തായിരിക്കും, ഫ്രണ്ട് ഒരു റീൽ അയച്ചു തന്നായിരിക്കും, അത് കണ്ട് റിയാക്ഷൻ അയക്കും. പിന്നെ അവൻ എന്തെങ്കിലും സെൻഡ് ചെയ്യണമല്ലോ എന്ന് കരുതിയിട്ട് നമ്മളൊന്ന് കണ്ടിട്ട് തിരിച്ച് അങ്ങോട്ട് അയക്കും. അങ്ങനെ എന്ത് ചെയ്യുന്നു, ബുക്ക് എടുത്ത് നമ്മൾ പതുക്കെ ബുക്ക് അവിടെ തന്നെ തുറന്ന് വെച്ചിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ മുഴുകി പോവുക. ഇനി വാട്സപ്പ് ആയിക്കോട്ടെ, മറ്റേത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, എല്ലാത്തിലും നമ്മൾ അങ്ങനെ മുഴുകി പോവാം. ഇവിടെ മാത്രം നമുക്കൊരു കുഴപ്പമില്ലാതെ പോകാൻ പറ്റുന്നുണ്ട്, പക്ഷെ ബാക്കിയൊന്നും നടക്കുന്നില്ല. ഇനി അടുത്ത് നോക്കിയേ, നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ യൂസ്. അതായത് ദിവസം നമ്മൾ സാധാരണ ഒരു 8 മണിക്കൂർ പോലും പോട്ടെ, 6 മണിക്കൂർ പോലും ഉറങ്ങാൻ പറ്റുന്നില്ല, പക്ഷേ 6 മണിക്കൂറിൽ കൂടുതൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഉറക്കത്തിനേക്കാൾ കൂടുതൽ സമയം നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് എന്തൊക്കെയോ പ്രശ്നമുണ്ടല്ലേ? അപ്പോൾ നോക്കിയേ, ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടൊക്കെ എന്ത് ചെയ്യാം, ഒരു പക്ഷേ നിങ്ങളുടെ +2 ലൈഫ് നിങ്ങൾക്ക് വളരെയധികം ഒന്നുകിൽ ബോറടിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് എടുത്താൽ പോകാത്ത ഇതാകുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ട്രാക്ക് വിട്ട് പോവുകയോ ചെയ്തിട്ടുണ്ടാകും അല്ലേ? എൻ്റെ ചോദ്യം ഇത് മാത്രമാണ്, എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചതെന്ന് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? 10ാം ക്ലാസ് വരെ വളരെ പ്രോപ്പറായിട്ട്, വളരെ ഈസി ആയിട്ട്, വളരെ കൃത്യമായിട്ട് ഓരോ ദിവസം ഓരോരോ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ട് വന്നിരുന്ന നമ്മൾ, ഞാനും നിങ്ങളൊക്കെ അല്ലേ? പക്ഷേ +1 എത്തിയപ്പോൾ വലിയ അതൊന്നും മാറ്റില്ലാതെങ്കിലും +2 എത്തിയപ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ മൂഡ് പോയി. കംപ്ലീറ്റ് എന്താണ്, ഒരു എൻജോയ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡിലാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ എൻജോയ് ചെയ്യാനോട്ട് പറ്റുന്നില്ല. ഈ ഒരു അവസ്ഥയിലല്ല നിൽക്കുന്നത്. അപ്പോൾ ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. കൃത്യമായിട്ട് വേണ്ട എന്താ പറയുക മക്കളെ, കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവണം. ഞാനൊരു ദിവസം എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എത്രയൊക്കെ പഠിക്കണം, ഏതൊക്കെ സമയത്ത് എങ്ങനെയൊക്കെയായിട്ട് ഞാൻ പഠിക്കണം എന്നറിയിക്കുന്ന രീതിയിൽ ഒരു സ്റ്റഡി പ്ലാൻ നമുക്കുണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം നമുക്ക് എന്താ പറയുക, ഒരു ടൈം സെറ്റിംഗ് നമുക്ക് വേണം. ഇവിടെ ഡൈനാമിക് എന്ന് ഞാൻ കൊടുത്തിട്ടോ. ഈ ഡൈനാമിക് എന്നുള്ള വാക്ക് ഞാൻ ആദ്യം കേൾക്കുന്നത് വിരാട് കോഹ്ലിയുടെ അതിൽ നിന്ന് വെച്ചിട്ട്. കാരണം വിരാട് കോഹ്ലിയുടെ ബാറ്റിംഗ് എന്ന് പറയുമ്പോൾ ഡൈനാമിക്കാണെന്ന് പറയുന്നത്, ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഇങ്ങനെ എന്ത് ചെയ്യും, ബാറ്റിങ്ങിൻ്റെ സ്റ്റൈൽ മാറ്റിക്കൊണ്ടിരിക്കും. അതേപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ, അതായത് നിങ്ങൾ ഈ സ്റ്റഡി പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ട് രാവിലെ പഠിക്കാൻ വേണ്ടി തയ്യാറെടുത്തെങ്കിലും വൈകുന്നേരം നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കാൻ ചിലപ്പോൾ തയ്യാറാവേണ്ടി വരും. കാരണം എന്താണ്, രാവിലെ മാത്രം പഠിച്ചാലേ എനിക്ക് പഠിത്തം തലയിൽ കയറുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഈ പറഞ്ഞ സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞ പോലെ തന്നെ ടൈം സെറ്റിങ്സ് എന്തിനാണ് നമ്മൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കണം. അതും നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, മൂന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്കൊരു സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടായിരുന്നു. വെറുതെ തോന്നുമ്പോൾ ഒക്കെ ബുക്ക് എടുത്ത് വായിക്കുക, പരീക്ഷയുടെ തലേന്ന് എടുത്ത് വായിക്കുക, എന്നിട്ട് എന്തെങ്കിലും പോയിട്ട് ചെയ്താൽ ഈ ഒരു പാറ്റേൺ നമ്മൾ മാറ്റണം. അത് മാറ്റിയേ പറ്റുള്ളൂ. അടുത്ത കാര്യം ചെയ്യേണ്ടത്, വീക്കിലി നമ്മൾ റിവൈസ് ചെയ്യുന്നു. ഈ വീക്കിലി റിവൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെയൊക്കെ പഠിച്ചു വെച്ചു, നമുക്ക് എവിടെയൊക്കെ ലാഗ് അടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നില്ല 8 മാസം കഴിഞ്ഞിട്ടല്ല സാറേ ഫൈനൽ എക്സാം വരുന്നത്, എന്തിനാണ് ഞാൻ ഇപ്പോൾ തന്നെ അതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്? എടാ അതല്ല അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, സത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഫൈനൽ എക്സാമിൻ്റെ തലേന്ന് ഇരുന്ന് പഠിച്ചിട്ട് ഫുൾ മാർക്ക് വാങ്ങാനോ അല്ലെങ്കിൽ A+ വാങ്ങാനോ അല്ലെങ്കിൽ പാസ്സാവാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു പക്ഷേ വളരെയധികം ഒരുപാട് ദൂരെ നിൽക്കുന്നൊരു ലക്ഷ്യമാണ്.
കാരണം എന്താ അറിയോ, തലേന്ന് രാത്രി അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് അത് എന്തുകൊണ്ട് നേരത്തെ ചെയ്തുകൂടാ? ആ അത്ഭുതങ്ങളല്ലാതെ മാജിക് അല്ലാതെ ലോജിക്ക് വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും മാജിക്കാണ് വേണ്ടത്, പക്ഷേ ലോജിക്കാർക്കും വേണ്ടെന്ന് പറയാറില്ലേ? അതേപോലെ എല്ലാവർക്കും വേണ്ട ലോജിക്ക് ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, മന്ത്ലി കുറേ ടെസ്റ്റുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ ഒരു സൊല്യൂഷനായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ പ്ലസ് ടു ലൈഫ് നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഒരു സാധാരണ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ കേട്ടോ പ്ലസ് ടുവിൽ 100 മാർക്ക് ഉണ്ടാവുക. എന്തിനുണ്ടാവുക? ഈ 100 മാർക്കിൽ ആ കുട്ടി 80 മാർക്ക് എഴുതിയിട്ടും 20 മാർക്ക് എന്തായിരിക്കും അതിൻ്റെ CX മാർക്കായിരിക്കും ഉണ്ടാവുക. അപ്പോൾ 80 മാർക്കിനായിരിക്കും നമ്മുടെ പരീക്ഷ ഉണ്ടാവുക അല്ലേ? അപ്പോൾ 80 മാർക്കിന് പരീക്ഷ ടോട്ടലി നമ്മൾ പഠിക്കുന്നത് 6 സബ്ജക്റ്റ് അല്ലേ? 6 സബ്ജക്റ്റിന് +1 അതേപോലെ തന്നെ +2 ഓരോന്നിനും 200 മാർക്ക് വെച്ച് അങ്ങനെ ആകെ മൊത്തം 6 × 200 1200 നമ്മുടെ മാർക്ക്. ഓക്കെ, +1 എന്ത് സംഭവിച്ചാലും ആയിക്കോട്ടെ കുഴപ്പമില്ല. നിങ്ങളൊരു കാര്യം ഇപ്പം തന്നെ ഉറപ്പിക്കുക, +2 എന്ത് സംഭവിച്ചാലും എൻ്റെ +2ലെ 600ൽ 600 മാർക്കും ഞാൻ വാങ്ങിയിരിക്കും. ഈ ഒരു കാര്യം ആദ്യം ഉറപ്പിച്ച് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനുള്ളൊരു വഴിയായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല കേട്ടോ മക്കളെ. നമുക്ക് ആ വഴി എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല, ഈ വരുന്ന ഏറ്റവും അടുത്ത ദിവസം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഈ വരുന്ന ഏറ്റവും അടുത്ത ദിവസം നിൽക്കുന്നുണ്ട് ഒരു 7 days സ്റ്റഡി പ്ലാൻ കൊണ്ടിട്ടാണ്. അതായത് നിങ്ങൾ ഇനി എന്താ പഠിക്കേണ്ടത് അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫുൾ മാർക്കിലേക്കാണ് മക്കളുടെ. ഡേറ്റ് വേറെ ഒന്നുമല്ല കേട്ടോ, കൃത്യമായിട്ട് നോക്കി വെച്ചോ. ജൂലൈ 14-ാം തീയതി, അതായത് തിങ്കളാഴ്ച രാത്രി കൃത്യം 7:30 ആകുമ്പോൾ നമ്മുടെ എജുബോർഡിൽ എന്നിട്ട് ലൈവ് ഉണ്ട്. നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചാണ് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല മക്കളെ, എന്താണോ ഇനി ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട്, എവിടെയാണോ നിങ്ങൾ തുടങ്ങേണ്ടത് അത് കൃത്യമായിട്ട്, എങ്ങനെയൊക്കെയാണോ നിങ്ങൾ ഇനി ചെയ്ത് തീർക്കേണ്ടത് അതിനെല്ലാം കൃത്യമായിട്ട് കീറി മുറിച്ചുകൊണ്ട് ഇവിടെ വരും നമ്മുടെ എജുബോർഡിൻ്റെ സ്റ്റഡി പ്ലാൻ ഉണ്ടാവും. അപ്പോൾ കൃത്യമായിട്ട് മറക്കാതെ കൃത്യം രാത്രി 7:30 ആകുമ്പം വരുന്ന തിങ്കളാഴ്ച എല്ലാവരും വരിക. പിന്നെ ഫ്രണ്ട്സിനെ കൂടി കൂട്ടി വരിക. കാരണം ഇനി നമ്മൾ സമയം കളയാൻ പാടില്ല. പ്ലസ് ടു ലൈഫ് എൻജോയ് ചെയ്യാനുള്ളതാണ്. അത് എൻജോയ് ചെയ്യുക മാത്രമല്ല, നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ നമ്മുടെ ലക്ഷ്യമായിട്ട് വെച്ചാൽ 600ൽ 600 തന്നെ നേടിക്കൊണ്ട് നമുക്ക് ഇറങ്ങാനും പറ്റണം. ഓക്കെ ആണല്ലോ? അപ്പോൾ വീണ്ടും കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സൽസബീൻ. ബൈ.